നമസ്കാരം ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സനിൽ പെരുന്തോട്ടത്ത്. ഇന്ന് യഥാർത്ഥ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ സർവീസസ് ലിമിറ്റഡ് എന്നുള്ളൊരു ഹോസ്പിറ്റൽ ചെയിൻ കമ്പനിയുടെ IPO വിശേഷമാണ് നമ്മൾ പങ്കുവയ്ക്കുന്നത്. ജൂലൈ 26 മുതൽ 28 വരെയാണ് ഈ കമ്പനിയുടെ ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. ഡൽഹി മേഖലയിലുള്ള ഒരു ഹോസ്പിറ്റൽ ചെയിനാണ് ഈ കമ്പനി യഥാർത്ഥ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ എന്നുള്ളത്. ഇവർ 686.55 കോടി രൂപയാണ് മാർക്കറ്റിൽ നിന്ന് റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 490 കോടിക്കുള്ളതാണ് ഫ്രഷ് ഓഹരികൾ, ബാക്കിയെല്ലാം ഓഫർ ഫോർ സെയിൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ കമ്പനിയുടെ ഇഷ്യൂ വിശേഷങ്ങളിലേക്ക് ഒന്ന് നോക്കാം. യഥാർത്ഥ ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ സർവീസസ് ലിമിറ്റഡ് എന്നുള്ള ഈ കമ്പനി ബെഡുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഡൽഹിയിലെ ടോപ്പ് 10 ഹോസ്പിറ്റൽസിൽ പെടുന്ന ഒന്നാണ്. ഇവർ സൗത്ത് ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ചെയിനാണ് ഈ യഥാർത്ഥ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. 3 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് ഈ കമ്പനിയുടെ പേരിലുള്ളത്. അതൊന്ന് നോയിഡയിലും ഗ്രേറ്റർ നോയിഡയിലും അതുപോലെ തന്നെ നോയിഡ എക്സ്റ്റൻഷൻ, അതായത് UPയുടെ ഭാഗത്ത്, അവിടെയുമാണ് ഈ 3 സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുള്ളത്. എല്ലാം തന്നെ നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസിൻ്റെ അക്രഡിറ്റേഷൻ ഉള്ളതാണ്. ടോട്ടൽ ബെഡ് കപ്പാസിറ്റി പറയുകയാണെങ്കിൽ 1400-ലധികം ബെഡുകൾ ഹോസ്പിറ്റലിലുണ്ട്. അതുകൂടാതെ 600-ലധികം ഡോക്ടർമാരുടെ സേവനവും കമ്പനി നൽകുന്നുണ്ട്. ഇവർ അവരുടെ ഹോസ്പിറ്റൽ കൂടാതെ അടുത്തുള്ള മറ്റു ഹോസ്പിറ്റൽസിനും എല്ലാവിധ ഹെൽത്ത് കെയർ സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ആയിട്ട്. അത് കൂടാതെ കമ്പനിയുടെ സർവീസസ് പറയുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ബ്രാഞ്ചസിലും അവർക്ക് മികച്ച സേവനം നൽകാനായിട്ട് കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് ഗ്യാസ്ട്രോഎൻട്രോളജി, കാർഡിയോളജി, നെഫ്രോളജി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഗൈനക്കോളജി തുടങ്ങിയിട്ടുള്ള പ്രധാന എല്ലാ ബ്രാഞ്ചസിലും ഏറ്റവും മികച്ച ഒരു ഹോസ്പിറ്റലാണ് ഡൽഹി മേഖലയിൽ ഈ യഥാർത്ഥ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. മിസ്റ്റർ അജയ് കുമാർ ത്യാഗിയാണ് ഇതിൻ്റെ പ്രധാന പ്രൊമോട്ടർ. അതുകൂടാതെ കപിൽ കുമാർ എന്ന് പറയുന്ന വ്യക്തിയും. ഇവർ രണ്ടുപേരെയാണ് പ്രധാന പ്രൊമോട്ടേഴ്സായിട്ട് കാണുന്നത്. ഇനി ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെങ്കിൽ റവന്യൂ 2021 228.68 കോടി രൂപയായിരുന്നപ്പോൾ അതിൻ്റെ അറ്റാദായം 19.59 കോടിയായി. അതുപോലെ നെക്സ്റ്റ് ഇയർ ആയപ്പോൾ റവന്യൂ 400.94 വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നെറ്റ് ഇൻകവും അതുപോലെ തന്നെ ഇരട്ടിയോളമായിട്ട് 44.16 വർദ്ധിച്ചു. പിന്നെ 2023 520.29 എന്ന് റവന്യൂ വർദ്ധിച്ചപ്പോൾ 65.77 എന്ന് നെറ്റ് ഇൻകവും വർദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് മാർജിനും ക്രമാനുഗതമായിട്ട് വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. അപ്പോൾ അതിൻ്റെ റവന്യൂ സൈഡും അതുപോലെ തന്നെ നെറ്റ് ഇൻകവും നോക്കുകയാണെങ്കിൽ ഫിനാൻഷ്യൽ സൈഡ് മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ മികച്ച പ്രകടനമാണ് കമ്പനി കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി കമ്പനിയുടെ വാല്യൂസ് ഏറ്റവും പുതിയത് നോക്കാം. EPS 10.09 എന്നാണ് കാണുന്നത്. P റേഷ്യോ അവൈലബിൾ ആയിട്ടില്ല. 35.95% ആണ് റിട്ടേൺ ഓൺ നെറ്റ്വർത്ത് കാണിക്കുന്നത്. NAV അല്ലെങ്കിൽ അതിൻ്റെ ബുക്ക് വാല്യൂ കാണുന്നത് 27.93 എന്നുമാണ്. അപ്പോൾ ഈ ഇഷ്യൂന് തൊട്ട് മുമ്പായിട്ട് IPO പ്ലേസ്മെൻ്റ് ആയിട്ട് കമ്പനി ഏകദേശം 120 കോടി രൂപയ്ക്കുള്ള ഓഹരികൾ, അതായത് ഏകദേശം 40 ലക്ഷം ഓഹരികൾ, 10 രൂപയുടെ ഓഹരികളാണ് 290 പ്രീമിയം വെച്ചിട്ട് 300 രൂപയ്ക്ക് കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാന ഇൻവെസ്റ്റേഴ്സ് നോക്കുകയാണെങ്കിൽ വ്യക്തികളും കോർപ്പറേറ്റുമായിട്ടുള്ള ചില ഇൻവെസ്റ്റേഴ്സിനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ടത് പ്ലൂട്ടസ് വെൽത്ത് മാനേജ്മെൻറ്റ്, പിന്നെ തിങ്ക് ഇന്ത്യ ഓപ്പർച്യൂണിറ്റി മാസ്റ്റർ ഫണ്ട്, വികാസ് വിജയകുമാർ ഖമേനി, പിന്നെ റോസി ബ്ലൂ ഡയമണ്ട്സ്, വിരാജ് റസൽ മേത്ത, ഇങ്ങനെ പ്രധാനപ്പെട്ട കുറച്ച് വ്യക്തികൾക്ക്, കോർപ്പറേറ്റുകൾക്ക്, ഫണ്ടുകൾക്കുമായിട്ട് ഇവർ IPO പ്ലേസ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രം 610 കോടി രൂപയ്ക്കുള്ള ഫ്രഷ് ഓഹരികളാണ് കമ്പനി പ്ലാൻ ചെയ്തിരുന്നെങ്കിലും 120 കോടി കുറച്ചിട്ട് 490 കോടിക്കുള്ളതാണ് ഇപ്പോൾ ഫ്രഷ് ഓഹരികൾ. ഇനി ഓഫർ ഫോർ സെയിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ പ്രൊമോട്ടറായിട്ടുള്ള ത്യാഗി ഫാമിലി അവർ കുറച്ച് ഓഹരികൾ അവരുടെ കൈവശമുള്ളത് ഈ അവസരത്തിൽ വിറ്റഴിക്കുന്നുണ്ട്. അതായത് 65.51 ലക്ഷം ഓഹരികൾ ആണ് അവർ വിറ്റഴിക്കുന്നത്. 196.55 കോടി രൂപയ്ക്കുള്ള ടോട്ടൽ ഓഫർ ഫോർ സെയിലാണ് കമ്പനിക്കുള്ളത്. അതിൽ വിമല ത്യാഗി വിറ്റഴിക്കുന്നത് 37.43 ലക്ഷം ഓഹരികളും, പ്രേം നാരായൺ ത്യാഗി വിറ്റഴിക്കുന്നത് 20.21 ലക്ഷം ഓഹരികളും, അതുപോലെ നീന ത്യാഗി 7.87 ലക്ഷം ഓഹരികളുമാണ്.
പബ്ലിക് ഇഷ്യൂ വഴി 490 crores ഫ്രഷ് ഓഹരികളുടെ വിൽപ്പനയിലൂടെ കമ്പനിക്ക് ലഭിക്കാൻ പോകുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് കമ്പനി ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ ഇൻവെസ്റ്റേഴ്സ് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ അതിൽ ഒരു തുക അവരുടെ പേയ്മെൻറ്റ്സ് കൊടുത്തു തീർക്കുന്നതിനും ചില അഡ്വാൻസസ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടും ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്. കൂടാതെ കുറച്ച് പണം അവരുടെ സബ്സിഡിയറി കമ്പനിയായിട്ടുള്ള AKS മെഡിക്കൽ റിസർച്ച് സെൻറ്റർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ളൊരു കമ്പനിയുണ്ട് AKS. അതുകൂടാതെ രാമരാജ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആൻഡ് ട്രോമ കെയർ പ്രൈവറ്റ് ലിമിറ്റഡ് എന്നൊരു സബ്സിഡിയറി കൂടിയുണ്ട്. അവരുടെയും ചില പേയ്മെൻറ്റ്സും അവർക്ക് വേണ്ടിയിട്ട് കൊടുക്കാനുള്ള ചില അഡ്വാൻസസും എല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിലൊരു ഭാഗം പണം ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കമ്പനിയുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് അവരുടെ നോയിഡയിലും ഗ്രേറ്റർ നോയിഡയിലുമുള്ള ഹോസ്പിറ്റൽസിന് വേണ്ടിയിട്ട് കുറച്ച് ഫണ്ട് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അവരുടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള AKS അല്ലെങ്കിൽ രാംരാജ തുടങ്ങിയ ഈ 2 സബ്സിഡിയറി കമ്പനികളുടെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അതുകൂടാതെ അവരുടെ അക്വിസിഷൻസും അത്തരത്തിലുള്ള ചില സ്ട്രാറ്റജിക്കൽ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഫണ്ട് വിനിയോഗിക്കുമെന്ന് പറയുന്നു. പിന്നെ ബാക്കിയുള്ളത് കോർപ്പറേറ്റ് ആയിട്ട് ജനറൽ കോർപ്പറേറ്റ് ഫണ്ടിന് വേണ്ടിയിട്ട്, അതായത് യഥാർത്ഥത്തിൽ അവരുടെ എക്സ്പെൻസസിന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ 490 കോടി രൂപയും വിനിയോഗിക്കുന്നത് എന്നാണ് അവരുടെ പ്രോസ്പെക്ടസിൽ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ പിയർ കമ്പനികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലിസ്റ്റഡ് കമ്പനികളാണ് പറയുന്നത്. അപ്പോളോ ഹോസ്പിറ്റൽ എൻ്റർപ്രൈസസ്, ഫോർട്ടിസ്, നാരായണ ഹൃദയാലയ, മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, പിന്നെ കൃഷ്ണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ലിമിറ്റഡ്, ഹെൽത്ത് കെയർ ഗ്ലോബൽ എൻ്റർപ്രൈസസ്, ഗ്ലോബൽ ഹെൽത്ത് ലിമിറ്റഡ്. ഇതെല്ലാം തന്നെ പ്രശസ്തരായിട്ടുള്ള ഇതിൻ്റെ ലിസ്റ്റഡ് പിയർ കമ്പനികളാണ്. കമ്പനിയുടെ ലീഡ് മാനേജേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഇൻറ്റൻസീവ് ഫിസിക്കൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, അംബിത് പ്രൈവറ്റ് ലിമിറ്റഡും IIFL സെക്യൂരിറ്റീസ് ലിമിറ്റഡുമാണ്. ഇതിൻ്റെ ഇഷ്യൂവിൻ്റെ രജിസ്ട്രാർ ലിങ്കിൻ ടൈം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമാണ്. ഇനി ഈ ഇഷ്യൂ ഒറ്റ നോട്ടത്തിലൊന്ന് പരിശോധിക്കാം. ജൂലൈ 26 മുതൽ 28 വരെയാണ് ഇഷ്യൂ ഓപ്പൺ ആയിരിക്കുന്നത്. 285 രൂപ മുതൽ 300 രൂപ വരെയാണ് ഇതിൻ്റെ പ്രൈസ് ബാൻഡ് കൊടുത്തിരിക്കുന്നത്. 490 കോടി രൂപയ്ക്കുള്ളതാണ് ഫ്രഷ് ഓഹരികൾ, 196.55 കോടിക്കുള്ളതാണ് ഓഫർ ഫോർ സെയിൽ. അപ്പോൾ ടോട്ടൽ വരുമ്പോൾ 686.55 കോടി രൂപയ്ക്കുള്ളതായിരിക്കും ടോട്ടൽ IPO സൈസ് എന്ന് പറയുന്നത്. ഒരു റീറ്റെയിലർക്ക് അപ്ലൈ ചെയ്യാവുന്ന മിനിമം ഓഹരികൾ 50 എണ്ണമാണ്. അങ്ങനെ ഇതിൻ്റെ ഫേസ് വാല്യൂ 10 രൂപയ്ക്കുള്ളതും, പിന്നെ ഇത് ടോട്ടൽ ഇഷ്യൂവിൻ്റെ 35% റീറ്റെയിലേഴ്സിനാണ് കൊടുക്കുന്നത്. NSEയിലും BSEയിലും ലിസ്റ്റ് ചെയ്യുന്ന ഒരു ഷെയർ ആയിരിക്കും ഇത്. ഇനി ഇതിൻ്റെ ഡേറ്റുകൾ പരിശോധിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് വരുന്നത് ഓഗസ്റ്റ് മാസം 2-ാം തീയതിയാണ്. റീഫണ്ട് ഷെയർ കിട്ടാത്തവർക്ക് തിരിച്ച് കിട്ടുന്നത് 3-ാം തീയതി ആയിരിക്കും ഓഗസ്റ്റ് മാസത്തിൽ. ഇത് ഡിമാറ്റിലേക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്നത് 4-ാം തീയതിയാണ്. ഇനി ലിസ്റ്റിംഗ് ഡേറ്റ് ഓഗസ്റ്റ് 7-ാം തീയതിയുമാണ്. ഇനി ഇത് അപ്ലൈ ചെയ്യണോ എന്ന് സംശയിക്കുന്നവരുണ്ടാകാം. ഇത് അത്ര വലിയ ഒരു ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ വയ്ക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാൽ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇതുകൊണ്ട് നല്ല പ്രോഫിറ്റ് കിട്ടാനും സാധ്യതയുള്ള ഒരു ഓഹരിയാണ് യഥാർത്ഥ ഹോസ്പിറ്റൽസിൻ്റെ ഇഷ്യൂ ഡീറ്റെയിൽസ് നിങ്ങൾ കേട്ടല്ലോ. ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതോടൊപ്പം കമൻറ്റുകൾ ഇടാൻ ഒരിക്കലും മറക്കാതിരിക്കുക. പിന്നെ വീഡിയോയെ എല്ലാ രീതിയിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് മറ്റൊരു IPO വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം, ബൈ.